ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഗീതു അവിടെ നിന്ന് ഇങ്ങനെ കണ്ണടച്ച് വാതിലടച്ച് അഭിനയിച്ച് തകർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഗോവിന്ദ് കുളിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ ഇത് കാഴ്ച കണ്ടങ്ങ് ഞെട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ നോക്കുക കേട്ടോ. നിനക്ക് എന്താടി പറ്റിയത്, നിനക്ക് ഭ്രാന്താണെന്നും ചോദിച്ച് ഇങ്ങനെ ഉമ്മയെ കൊടുക്കാനായിട്ട് ഇങ്ങനെ ആഞ്ഞു വന്നപ്പോഴേക്കും പെട്ടെന്ന് തട്ടി അങ്ങ് വിളിച്ചു. അന്നേരം നിനക്ക് ഭ്രാന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഗീതു ഇങ്ങനെ ചമ്മി നിൽക്കുക. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഇവരിങ്ങനെ നിൽക്കുമ്പോൾ ആ പൊട്ടിയ കപ്പ് നോക്കി, ഇതാരാടി പൊട്ടിച്ചതെന്ന് ചോദിച്ചു. അത് പിന്നെ ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പം നിന്നോടാ ചോദിച്ചത്. ഓ, നീ എന്താടി കാണിക്കുന്നത്, നീ ആരോടാടി ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചു. അപ്പോഴും അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ നിൽക്കാം. നിൻ്റെ സമനില തെറ്റി കിടക്കുവാണെന്ന് ഞാൻ ചോദിച്ചതെന്ന് ചോദിച്ചു. ഗോവിന്ദ് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് അയ്യോ സോറി എന്ന് പറഞ്ഞു ഗീതു. സോറി, നിനക്ക് മുഴുവട്ട, അല്ലെങ്കിൽ പിന്നെ നീ ഇങ്ങോട്ട് വീണ്ടും വലിഞ്ഞേറി വരില്ലല്ലോ അല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഗീതു ഇങ്ങനെ നോക്കുക. ആരോട് ചോദിച്ചിട്ടടി നീ മുറിയിൽ കയറിയതെന്ന് ചോദിച്ചു. ഗീതു അന്നേരം അപ്പോൾ അത് പിന്നെ ഞാൻ എൻ്റെ ഡ്രസ്സ് എടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. ഡ്രസ്സ് എടുക്കാനോ? ഈ കപ്പ് തല്ലി പൊട്ടിച്ച് ഇത് എന്നോടുള്ള ദേഷ്യത്തിനാണോ ചോദിച്ചപ്പം അയ്യോ ഞാനത് ശ്രദ്ധിച്ചില്ല, ഇപ്പം തന്നെ അത് മാറ്റിയേക്കാം എന്ന് പറഞ്ഞ് ഗീതു അത് പെറുക്കിയെടുത്ത് മാറ്റാൻ തുടങ്ങി. നീയാണല്ലോ എൻ്റെ ഫുഡ് ടെസ്റ്റർ, നീ പോകുമ്പോൾ അത് ടെസ്റ്റ് ചെയ്യുക. അമ്മ ആഹാരത്തിൽ വിഷം ചേർത്തിട്ടുണ്ടോയെന്ന്. അങ്ങനെ ഇവിടെ ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല. ഇന്ന് ഉറപ്പായിട്ടും ഞാനത് പരിശോധിച്ചിരിക്കുമെന്ന് ഗീതു ഗോവിന്ദനോട് തർപ്പിച്ച് പറയുകയും ചെയ്തു. രാവിലെ കിച്ചണിൻ്റെ ഭാഗത്ത് അമ്മ ചുറ്റിക്കറങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ ചെന്ന് നോക്കട്ടെ, എൻ്റെ നിലനിൽപ്പ് ഞാൻ ശ്രദ്ധിച്ചാലേ പറ്റൂ. ഭർത്താവിന് വിഷം കൊടുത്തു കൊന്ന ഭാര്യ അറസ്റ്റിൽ എന്നൊരു വാർത്ത വരാനേ അധികം നേരമൊന്നും വേണ്ട എന്നും പറഞ്ഞ് നമ്മുടെ ഗീതു പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അതായത് ഇത് ഗീതുവിൻ്റെ തലയിൽ വെച്ച് കൊടുക്കുമെന്ന് ഗീതു ഗോവിന്ദനോട് പറഞ്ഞു. അത് കേൾക്കും തോറും ഗോവിന്ദന് ദേഷ്യം കൂടി വരിക. ഓ എൻ്റെ ഈശ്വര, ഇവളിവിടെ ഉള്ളപ്പോൾ ഞാൻ എങ്ങനെ സ്വസ്ഥമായിട്ട് ജീവിക്കേണ്ട ഈശ്വര, ദൈവമേ എന്നും പറഞ്ഞ് സകല ദൈവങ്ങളെയും വിളിച്ച് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ ഇവിടെ നിൽക്കുന്നു. അങ്ങനെ ആ ഒരു സംഭവം ഇവിടെ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന പ്രിയയുടെ വീട്ടിൽ എല്ലാവരും ഇരുന്ന് ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും പ്രിയയ്ക്ക് അടുത്ത കുരുട്ട് ബുദ്ധി ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കാം. അതായത് വിലാസിനെയൊക്കെ ഭയങ്കര കഴിപ്പാണ്. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ വിലാസിനെ കാണിക്കാൻ വേണ്ടി പ്രിയ ഛർദ്ദിക്കാൻ വരുന്നത് പോലെ കാണിച്ചു ഓടിപ്പോയി, എന്നിട്ട് വൊമിറ്റ് ചെയ്യുക. അങ്ങനെ വൊമിറ്റ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അതെ അമ്മയോട് വന്ന് പുറം തിരുമ്മി കൊടുക്കാൻ പറഞ്ഞു. അമ്മ ഓ എന്നും പറഞ്ഞു ചെന്ന് പുറം തിരുമ്മി കൊടുക്കുന്നു. നവധാന്യങ്ങളെല്ലാം കൂടെ കൂട്ടി കലക്കി അങ്ങ് കഴിച്ചിട്ടാ അതുകൊണ്ട് വന്ന് ഛർദി ആയതെന്നൊക്കെ പറഞ്ഞപ്പം അതൊന്നും അല്ലമ്മേ, ഈ സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, മിക്സിയിലും ഗ്രൈൻഡറിലൊന്നും അരയ്ക്കുന്നത് എനിക്ക് പിടിക്കുന്നില്ല എന്ന് പറഞ്ഞു. ആ അതിന് മോളല്ലല്ലോ അരയ്ക്കുന്നത്, ഞങ്ങളല്ലേ അരയ്ക്കുന്നതെന്ന് അച്ഛൻ്റെ വകയൊരു ചോദ്യം. അപ്പം നീ തൽക്കാലത്തേക്ക് ജോലിയൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു നമ്മുടെ വിനോദ് ഇത് കേട്ടപ്പം. അപ്പോഴേക്കും നമ്മുടെ പ്രിയ അടുത്ത പണി നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് മിണ്ടാതെ അങ്ങ് പ്രിയ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെയൊന്നും അല്ല, അതിലൊക്കെ അരയ്ക്കുന്നത് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് അലർജിയാ, അതുകൊണ്ട് തുടരെ ഇങ്ങനെ ഛർദ്ദിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനത്തെ അലർജിയൊക്കെ ഉണ്ടോ? ഇക്കണ്ട മനുഷ്യരൊക്കെ ഈ സാധനങ്ങളിൽ അരച്ചും പൊടിച്ചൊക്കെയല്ലേ കഴിക്കുന്നതെന്ന് ചോദിച്ചു ഭദ്രൻ. ഇത് ഇലക്ട്രിക് സാധനങ്ങളോടുള്ള അലർജിയാ, 100 പേരിൽ ഒരാൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നു ഡോക്ടർ പറഞ്ഞായിരുന്നു എന്നൊക്കെ പറയുന്ന പ്രിയയോട് അത് നിൻ്റെ തോന്നലാണെന്ന് പറഞ്ഞു വിനോദ്. അല്ല വിനോദേ, വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ ആരോഗ്യമല്ലേ നമുക്ക് പ്രധാനം, അതിൻ്റെ അലർജിയുടെ പ്രശ്നങ്ങളാണെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കുന്നതല്ലേ നല്ലതെന്ന് ചോദിച്ചു. എന്നൊരു കാര്യം ചെയ്യുക, ഇതെല്ലാം ഒഴിവാക്കിയിട്ട് പഴയ ആട്ടുകല്ലും അമ്മിക്കല്ലും ഊരലും ഒക്കെ വാങ്ങിച്ചിടാൻ പറഞ്ഞു വിനോദ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രിയ കൊള്ളാം എന്നുള്ള രീതി ചിരിക്കുന്നു. ഇത് കേട്ടപ്പോഴേക്കും നമ്മുടെ വിലാസിനി വന്നിട്ട് ഒക്കെ വന്ന് ഭദ്രൻ്റെ ചെവിയിൽ പറയുകയാണ്, എന്നിട്ട് ഇതെല്ലാം ഇവളെ കൊണ്ട് തന്നെ അതിനകത്തിട്ട് അരപ്പിക്കണമെന്ന് എന്നും പറഞ്ഞുകൊണ്ട് ഭർത്താവും ഭാര്യയും കൂടെ ഇങ്ങനെ ഇരിക്കുന്നു. പണ്ട് അമ്മ ഉണ്ടാക്കി തന്നിരുന്ന ഇഡലിയും ദോശയൊക്കെ എന്തൊരു രുചിയായിരുന്നു. അന്ന് ഈ ഗ്രൈൻഡറും മിക്സി ഒന്നും ഉണ്ടായിരുന്നില്ല ദോശയൊക്കെ ഉണ്ടാക്കാനായിട്ട്. ഇല്ല അമ്മേ? അമ്മേ, നമുക്കിനി ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊന്നും വേണ്ട, ആട്ടുകല്ലും അരകല്ലും ഒക്കെ മതി അമ്മേ. എനിക്കും അതൊക്കെ തന്നെ ഇഷ്ടം. പക്ഷെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ആട്ടുകല്ലും അമ്മിക്കല്ലൊക്കെ തോട്ടിലെറിഞ്ഞ് കളഞ്ഞില്ലേന്ന് ചോദിച്ചപ്പം ഇനിയൊക്കെ എവിടെ നിന്ന് അത് കിട്ടും മോളെ? അതുണ്ടായിരുന്നെങ്കിലേ വിലാസിനി മോൾക്ക് നല്ല സൂപ്പർ ഇഡലിയും ദോശയും ചട്നിയും ഒക്കെ ഉണ്ടാക്കി തന്നേനെ. അന്നൊക്കെ ആ രുചി പിടിച്ച് ഞാനൊരു 10-15 ഇഡലിയും ദോശയൊക്കെ കഴിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭദ്രൻ തട്ടി വിടുക. ഇനി അതിനൊന്നും യോഗമില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് സാരമില്ല മോളെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവർ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പ്രിയ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഒരു പെട്ടിയാപ്പ വന്നു. ആ ആപ്പയിൽ നിറച്ച് സാധനങ്ങൾ കേട്ടോ. അപ്പോൾ ഇത് ആദ്യം കാണുന്നത് ഭദ്രനാ. ഇതെന്താ സാധനമാണ് ഇപ്പം ഇങ്ങോട്ട് വന്നേക്കണേ? ഹലോ എന്താ ഈ കാണിക്കുന്നേ? ഇത് വണ്ടി തിരിക്കാനുള്ള സ്ഥലമല്ല, എടുത്തോണ്ട് പോകാൻ പറഞ്ഞു നമ്മുടെ ഭദ്രൻ ഇറങ്ങി വന്ന്. അപ്പോൾ ഇത് വണ്ടി തിരിക്കാൻ വന്നതല്ല, ഇവിടെ കുറച്ച് കല്ലും സാധനങ്ങളൊക്കെ ആയിട്ട് വന്നതാണെന്ന് പറഞ്ഞു. വിലപ്പെട്ട സാധനങ്ങളോ? അതെന്താ കല്ലും സാധനങ്ങളെന്ന് പറയുമ്പോൾ അപ്പോഴേക്കും അയാൾ ആ വരിഞ്ഞ് മുറുക്കിയിട്ടിരുന്ന പടുതിയൊക്കെ അങ്ങ് എടുത്ത് മാറ്റി നോക്കിക്കഴിഞ്ഞപ്പോൾ എന്താ ആട്ടുകല്ല് അരകല്ല് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും
എന്നും പറഞ്ഞ് കണ്ണും മേഴിച്ച് ഇങ്ങനെ അവരെല്ലാവരും കൂടെ നിൽക്കുക. കാരണം 8ൻ്റെ എല്ലാം കൂടെ കൂട്ടിയുള്ള പണി അങ്ങ് വന്നെന്ന് പറയും. അപ്പോൾ ഇത് ഇങ്ങോട്ട് തന്നെയല്ല ഇതെല്ലാം ഇങ്ങോട്ട് കയറ്റി വെക്കട്ടെ എന്ന് ഡ്രൈവർ ചോദിച്ചപ്പോൾ വിനോദേ ഇതേ ഏട്ടൻ കൊടുത്തുവിട്ട സമ്മാനമാണെന്ന് പറഞ്ഞു പ്രിയ. എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഒരു നിപ്പായിരുന്നു. ഏട്ടനോ? ഞാൻ ആഗ്രഹിച്ചതുപോലെ അടുക്കളയിലേക്ക് ആവശ്യമുള്ള ഇതെല്ലാം എത്രയും പെട്ടെന്ന് ഏട്ടൻ വാങ്ങിച്ച് കൊടുത്തു വിടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ലെന്നും പറഞ്ഞു പ്രിയ അടുത്ത തട്ടിവിടലും. ഇവിടെ മിക്സിയും ഗ്രൈൻഡറൊക്കെ ഉള്ളപ്പോൾ എന്തിനാ മോളെ ഇവിടെ കനപ്പെട്ട സമ്മാനങ്ങളൊക്കെ കൊണ്ടുവരുന്നത്? ഇത്രയും കനപ്പെട്ടതായിരിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഞാനെന്ന് ഭദ്രൻ. ഇതുപോലെ താങ്ങാൻ പറ്റാത്ത സമ്മാനമൊക്കെ ആദ്യമായിട്ടായിരിക്കും ഒരു മരുമകൻ ഭാര്യ വീട്ടുകാർക്ക് കൊടുക്കുന്നത്. എനിക്ക് വേണ്ടിയാ ഏട്ടൻ ഇതെല്ലാം തന്നു വിട്ടതെന്ന് പറഞ്ഞപ്പം നിനക്കെന്തിനാ പ്രിയ ഇതൊക്കെ? അതൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. ആദ്യം ഇത് ഇറക്കി വയ്ക്കാൻ പറഞ്ഞു ഇവരോട്. എന്നിട്ട് എടോ ഇതെല്ലാം കൊണ്ട് അടുക്കള ഭാഗത്ത് വയ്ക്കാൻ പറഞ്ഞു ആ ഡ്രൈവറോട്. അപ്പോൾ ഇവരോടും സഹായിക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ അച്ഛനിങ് വന്നേ പിടിക്കാൻ കുടിക്കേ എന്ന് വിനോദ്. ഇനിയിപ്പോൾ ഞാനൊന്നും എടുത്തില്ലെന്ന് വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഈ അമ്മിക്കല്ലിൻ്റെ പിള്ള പോയി അങ്ങ് എടുത്തപ്പോഴേക്കും ഒടുക്കത്തെ ഭാരം അടി എന്ന് പറഞ്ഞത് എടുത്തുകൊണ്ടങ്ങ് പോകണം. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഇവർ എടുത്തുകൊണ്ടൊക്കെ അങ്ങ് പോണു. ഈ സമയത്ത് മോളെ ഇത് നീയായിട്ട് വരുത്തി വെച്ചതല്ലേ, അമ്മയ്ക്കതറിയാം, ഇതിൻ്റെയൊക്കെ കാര്യം നിനക്കുണ്ടായിരുന്നോ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നേരത്തേക്കും വിലാസിനി പ്രിയോട് ചോദിച്ചു. അയ്യോ ഇതൊന്നും എനിക്ക് ചെയ്യാനല്ല, പിന്നെ അമ്മയുടെ കൈകൊണ്ട് ഇടിച്ചു പൊടിക്കുന്ന അരി കൊണ്ടുണ്ടാക്കുന്ന പുട്ട്, ഇടിയപ്പം, അരച്ചെടുക്കുന്ന മാവ് കൊണ്ടുള്ള ദോശ, ഇഡ്ഡലി ഇതൊക്കെയാണ് ഞാൻ കഴിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോഴേക്കും എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുക വിലാസിനി. സ്ഥിരമായിട്ട് അരിയാട്ടിയാലേ അമ്മയുടെ നടുവേദനയും മാറിക്കിട്ടുമെന്ന് പറഞ്ഞു. എന്നും പറഞ്ഞു നീ എന്നെ കൊണ്ട് ആട്ടിക്കാൻ വന്നിരിക്കുമല്ലേടി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരം വിലാസിനെ അവിടെ നിൽക്കുന്നു. ഗർഭിണിയുടെ ആഗ്രഹമല്ലേ അമ്മേ, നമുക്ക് ഇന്ന് തന്നെ ഇതിൽ മാവരപ്പ് തുടങ്ങണം കേട്ടോ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് പ്രിയ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് അരയ്ക്കണമെങ്കിലേ അരി രാവിലെ തന്നെ വെള്ളത്തിലിട്ട് കുതിർക്കണം എന്ന് പറഞ്ഞു വിലാസിന് ദേഷ്യത്തോടെ. അതെ ഏട്ടൻ ഇത് കൊടുത്തു വിടുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാനതൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്ത് വെച്ചിട്ടുണ്ടമ്മേ. അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ, അമ്മയുടെ കൈകൊണ്ട് നമുക്ക് ഇന്ന് തന്നെ ആട്ടുകല്ല് ഉദ്ഘാടനം ചെയ്യണമെന്ന് പ്രിയ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് നിൽക്കും അമ്മ. അത് കഴിഞ്ഞപ്പോൾ ഈ സാധനം എല്ലാം കൂടി പുറകോശത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിലും വലിയ കനമുള്ള സാധനമൊന്നും ഇനി കൊടുത്തു വിടരുതെന്ന് പറയണം, താങ്ങുകയില്ല, നടുവൊന്നും പഴയതുപോലെ വർക്കിംഗ് അല്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭദ്രൻ എവിടെ ഇരുന്ന് ഇങ്ങനെ പറയാം. അപ്പോഴേക്കും പ്രിയൊക്കെ അങ്ങോട്ടേക്ക് വന്നു. ഇത് നല്ലൊരു എക്സസൈസാ, ശരീരമൊക്കെ ഒന്ന് വേർക്കട്ടേന്നേ എന്ന് പ്രിയ. അടുത്തത് പിടിക്കടാമെന്നും പറഞ്ഞുകൊണ്ട് അടുത്തത് എടുപ്പിക്കുന്നു. ഇവൻ്റെയും ദേഹവും ഒന്ന് അനങ്ങട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ നമ്മുടെ ഭദ്രൻ. അങ്ങനെ ആ സംഭവം അവിടെ നടക്കുന്നു രസകരമായ രീതിയിൽ തന്നെ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ വിജയലക്ഷ്മി മേഡത്തിനെയാണ്. അവരാണെങ്കിൽ അവിടെ ഇരുന്ന് ഹെഡ്സെറ്റൊക്കെ വെച്ച് ഇങ്ങനെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് അവിടുത്തെ സ്റ്റാഫ് വരുന്നത്. വന്ന് എന്തൊക്കെയോ പറയുന്നു. അപ്പോൾ എന്താ പറഞ്ഞേ എന്നും ചോദിച്ചുകൊണ്ട് ചെവിയിൽ വെച്ചിരുന്ന ഹെഡ്ഫോൺ എടുത്ത് മാറ്റിയിട്ട് ചോദിച്ചു. അപ്പോൾ വിസിറ്റർ ഉണ്ടെന്ന് വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വിസിറ്ററോ അതാരാന്ന് ചോദിച്ചു. ഇത് മാമിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് ഒരു സാധനവും കൊടുത്തു. അപ്പോൾ ഏൽപ്പിക്കാൻ പറഞ്ഞെന്നോ എന്നും പറഞ്ഞുകൊണ്ട് ഒരു കാർഡ്, ആ കാർഡ് നോക്കിക്കഴിഞ്ഞപ്പോൾ അത് ആരാണെന്ന് നമ്മുടെ വിജയലക്ഷ്മിക്ക് മനസ്സിലായി. അവൾ കളത്തിലിറങ്ങി വന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലായി. അവരെന്നിട്ട് ഇങ്ങനെ ഞാൻ വരുവാന്നും പറഞ്ഞ് അവരോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഈ സ്റ്റാഫിനെ അങ്ങ് പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ മേഡം അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുക ഇവളെ എങ്ങനെ നേരിടണം എന്നുള്ളത്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് നമ്മുടെ മേഡം CCTV നോക്കിയപ്പോഴേക്കും വെകുളി പിടിച്ചിരിക്കുന്ന രാധികയെ കണ്ടു. ആ രാധികയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മേഡത്തിന് കുറച്ചുകൂടി അങ്ങോട്ട് ആവേശം കൂടി. കാരണം ഈ പറയുന്ന രാധികയെ എടുത്ത് പൊളിച്ചെടുക്കാനുള്ളതല്ലേ. അപ്പോൾ പിന്നെ കുറച്ചുകൂടി ഒന്ന് ഒരു ശക്തി ആർജിക്കണമല്ലോ. അതിനുവേണ്ടി മേഡം അവിടെ ഇരുന്ന് ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നോക്കുക. അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഇതെല്ലാം അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മേഡം ആണെങ്കിൽ ഭയങ്കര ധൈര്യത്തോടു കൂടി ഭയങ്കര പവറോട് കൂടിയൊക്കെ അങ്ങനെ നിൽക്കുന്നു. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദിനെയാണ്. ഗോവിന്ദ് ഇങ്ങനെ ഓഫീസിൽ പോകാനായിട്ട് ഇറങ്ങി വരുന്നു. അപ്പോൾ ഓഫീസിലെ കാര്യങ്ങളെല്ലാം ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നു. അങ്ങനെയൊക്കെ. അപ്പം ഞാനിന്ന് ഓഫീസിലുണ്ടാവില്ല, അതുപോലെ വരില്ല, ബുധനാഴ്ച ഞാൻ കൊച്ചിയിലുണ്ട്, അപ്പോൾ കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ഗീതു അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നേ. ഗീതുവിനെ കണ്ടു കഴിയുമ്പോൾ നീ എങ്ങോട്ടാണെന്ന് ചോദിച്ചു. ഗോവിന്ദേട്ടൻ്റെ കൂടെ ഞാൻ ഓഫീസിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ ഇങ്ങനെ നോക്കി ഗോവിന്ദ്. സാറേ ഞാൻ കാർ എടുക്കട്ടെ എന്ന് ചോദിച്ചു ഷിബു. എടുത്തോളാനും പറഞ്ഞു. ഇവിടെ ഇരുന്നേ ഞാൻ മടുത്തു, നിങ്ങളുടെ കൂടിയാകുമ്പോൾ ഒരു നേരം പോക്കുണ്ടാകുമല്ലോ. ഏജിയൻ ഗ്രൂപ്പിൻ്റെ വൈസ് ചെയർമാൻ എൻ്റെ കാറിൽ വരണ്ട, സ്വന്തം വാഹനം ഉണ്ടല്ലോ അതിൽ വന്നാൽ മതിയെന്ന് പറഞ്ഞു. ചെയർമാൻ്റെ ഭാര്യയ്ക്ക് ഭർത്താവിനൊപ്പം വരാം, അതിന് നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരല്ലല്ലോ, കരാറുകാരല്ലേ എന്ന് ചോദിച്ചു ഗോവിന്ദ്. നിനക്ക് നിൻ്റെ വണ്ടി, എനിക്ക് എൻ്റെ വണ്ടി, അത് മതി. അങ്ങനെ ഒരു ഓഫീസിലേക്ക് 2 കാറിൽ പോകേണ്ട വല്ല കാര്യമുണ്ടോ? എന്നെ താലി കെട്ടിയവനൊപ്പം അവൻ്റെ കാറിലാണ് ഇന്ന് ഓഫീസിൽ പോകുന്നത്.
നീ ഇങ്ങനെ വാശി പിടിച്ച് പോരാൻ, കാറിൽ എൻ്റെ അമ്മ വിഷവാതകമൊന്നും നിറച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതിന് അവരിവിടെ ഇല്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ഒരിക്കൽ ഉപയോഗിച്ച് പൊളിഞ്ഞു പോയ തന്ത്രം നിങ്ങളുടെ രണ്ടാനമ്മ വീണ്ടും ഉപയോഗിക്കാനുള്ള സാധ്യതയൊന്നുമില്ല. പിന്നെ ആരിൽ നിന്ന് എന്നെ സംരക്ഷിക്കാനാടി നീ എൻ്റെ കൂടെ വരുന്നതെന്ന് ചോദിച്ചു. ലോറിലെ ഒരു പാണ്ടി ലോറി തയ്യാറാക്കിയിട്ടാണോ അവരവിടെ നിന്ന് മാറി നിൽക്കുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. നിയന്ത്രണമെങ്ങാനും വിട്ടുവന്ന് കാറിൽ ഇടിച്ചാൽ പോരെ, തീർന്നില്ലേ? നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിലേ ലോറി നീ തടഞ്ഞു നിർത്തുമോ, അതോ പാഞ്ഞു വരുന്ന ലോറി എടുത്ത് അമ്മാനം ആടാൻ നിനക്കെന്താ വില സൂപ്പർ പവറും ഉണ്ടോ? അത്രയ്ക്ക് സൂപ്പർ പവറും മെൻ്റൽ പവറും നമ്മുടെ മനസ്സിലുണ്ടോ എന്ന് തിരിച്ചറിയാനേ ചില അപകടങ്ങൾ മുന്നിൽ വരണം, അപ്പോഴേ അറിയാൻ പറ്റൂ. ആ സമയത്ത് എൻ്റെ മുന്നിൽ ഏറ്റവും വലിയ അപകടം നീയാണെന്ന് പറഞ്ഞു ഗോവിന്ദ് ഗീതുവിനോട്. പറഞ്ഞു തീരാത്ത അപകടങ്ങളുമായി നീ എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കരുതെന്ന് പറഞ്ഞപ്പോൾ, വെറുതെ വാശി പിടിക്കണ്ട, ഞാൻ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ വണ്ടിയിൽ ഓഫീസിലേക്ക് വരും, എൻ്റെ കൂടെ നീ വരില്ല എന്ന് ഗോവിന്ദ് പറയുമ്പോൾ ഞാൻ വരും എന്ന് പറഞ്ഞ് ഗീതു. അങ്ങനെ നിൽക്കുമ്പോഴത്തേ ഗീതുവിൻ്റെ ഫോണിലേക്ക് വേഗം ഒരു കോൾ വന്നു. ഗീതു അന്നേരത്തേക്കും വേഗം ഫോൺ എടുത്തു. നോക്കിയപ്പോൾ ആരാ, നമ്മുടെ മേഡമാണ് വിളിച്ചിരിക്കുന്നത്. മേഡത്തിൻ്റെ കോള് കണ്ടപ്പോൾ, നീ ഇനി എത്ര ആഗ്രഹിച്ചാലും എന്നോടൊപ്പം വരാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു ഗോവിന്ദ്. ഗീതു അന്നേരം ഇങ്ങനെ ഒന്നാം ചാഞ്ചാടി നിൽക്കുക. ഇനി ഒരിക്കലും നീ എൻ്റെ കൂടെ വരില്ല, നീ എൻ്റെ കാറിൽ ഇനി ഒരിക്കലും കയറില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് അവിടെ നിന്ന് പോയി. ഈ ഫോൺ വന്നതിൻ്റെ ഒറ്റ പേരിൽ നമ്മുടെ ഗീതു പോകാതെ അവിടെ എങ്ങനെ നിൽക്കുക. പെട്ടെന്ന് നമ്മുടെ ഗീതുവിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ വന്നു. വേഗം ഗീതു ആ ഫോണും എടുത്ത് അപ്പുറത്തേക്ക് മാറി നിന്നു, ആരും കേൾക്കാതെ സംസാരിക്കാനായിട്ട്. അപ്പോൾ ഫോൺ എടുത്ത് മാഡം എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴേക്കും, നീ ഉപയോഗിച്ച ആ വജ്രായുധത്തിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞു ഗീതു മോളെ എന്നും പറഞ്ഞുകൊണ്ടാണ് മാഡം വിളിക്കുന്നത്. അതിൻ്റെ റിസൾട്ട് എനിക്ക് ഇവിടെ കിട്ടിയെന്നും പറഞ്ഞു. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചു. രാധിക എന്നെ കാണാനായിട്ട് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. രാധിക അമ്മയോ? അപ്പോൾ രാവിലെ ഇവിടെ നിന്ന് ഉടുത്തൊരുങ്ങി പോയത് ബാംഗ്ലൂർക്കായിരുന്നല്ലേ എന്ന് ചോദിച്ചു നമ്മുടെ ഗീതു. അത് കേട്ടപ്പോൾ, അതെ മോളെ, 16 വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ തമ്മിൽ നേരിട്ട് കാണുന്നതെന്നുള്ള കാര്യം അന്നേരം നമ്മുടെ മേഡം പറയാം. അതിൻ്റെ തയ്യാറെടുപ്പിലാണ് ഞാൻ. അവളെ ഞാൻ ശരിയാക്കും. രാധിക എന്നെ കാണാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുകയാണെന്നും പറഞ്ഞു. അവളെ ഞാൻ ഒരു നടക്കൊന്നും വിടില്ലെന്നും പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞേ മേഡത്തിനെ കാണാൻ കഴിയുന്നൊരു അറിയിപ്പ് കൊടുക്കുക. അത്രയും ദിവസം എനിക്കിവിടെ മനസമാധാനത്തിൽ കഴിയാലോ. കുറച്ച് ദിവസം കാത്തിരിക്കട്ടെ എന്ന് ഞാനും കരുതിയുള്ളൂ. പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ അവരെ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് സഹിക്കെട്ട് രാധിക തിരിച്ചു പോയാൽ എനിക്ക് ഒരു ചാൻസ് നഷ്ടപ്പെട്ടു പോകും മോളെ എന്ന് പറഞ്ഞു. രാധികമ്മയും മേഡവും തമ്മിലുള്ള റിവെഞ്ച് എന്തിൻ്റെ പേരില്ല? എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത് എനിക്കറിയാം, പക്ഷേ ആരും എന്നോടൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു നമ്മുടെ ഗീതു. അതെന്താണെന്ന് അറിയാനൊരു ആഗ്രഹമുണ്ട് ഗീതുവിന്. അത് കണ്ടുപിടിക്കുന്നതാ നിന്റെ മിടുക്ക് എന്ന് മേഡം പറയാം. കണ്ടെത്തുന്നത് സത്യമാണെങ്കിൽ ഞാൻ അതൊരിക്കലും നിഷേധിക്കില്ല എന്നും. ഒരു കാര്യം അറിയണമെന്ന് തീരുമാനിച്ചിറങ്ങിയാലേ ലക്ഷ്യം കണ്ടിട്ടേ ഞാൻ തിരിച്ചു മടങ്ങാറുള്ളൂ എന്ന് ഗീതു അന്നേരം പറഞ്ഞു. അതുകൊണ്ട് മേഡം എന്നെ വാശിയൊന്നും പിടിപ്പിക്കരുത് കേട്ടോ, ഞാനത് ഇറങ്ങും. അല്പം വാശിയുള്ള പെൺകുട്ടികളെ എനിക്കിഷ്ടമെന്ന് മേഡം അന്നേരം പറഞ്ഞു. എങ്കിലേ മേഡം കാത്തിരുന്നു. അറയ്ക്കൽ തറവാടും മേഡവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കണ്ടെത്തിയിട്ട് ഞാൻ ബാംഗ്ലൂരിലേക്കൊരു വരവ് വരുന്നുണ്ട്. ഞാൻ നിന്നെ ഇവിടെ കാത്തിരിക്കും ഗീതു. എന്താണെങ്കിലും നീ എന്നെ തേടി വരാതിരിക്കാൻ കഴിയില്ലല്ലോ, നീ വരുമെന്ന് എനിക്ക് അറിയാമെന്നും പറഞ്ഞു. അപ്പോൾ ഓൾ ദി ബെസ്റ്റും പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ ഗീതു അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുന്നു, എന്തായിരിക്കും ഇവർ തമ്മിലുള്ള ബന്ധം എന്നുള്ളൊരിതിൽ. അത് കഴിഞ്ഞ് നമ്മുടെ ഗീതു പിന്നെ ആ ചിന്തയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അപ്പുറം മാറിയിരുന്ന് ഇപ്പോൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആരോ ആയി മാറിയിരിക്കുകയാണ് ആ മേഡമെന്നും. ആ മേഡവും ഈ തറവാടും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഞാൻ കണ്ടുപിടിക്കണം എന്നുള്ള കാര്യം. എന്നിട്ട് ആ മേഡം പറഞ്ഞതിനെ പറ്റിയൊക്കെ ഗീതു ഇരുന്നിങ്ങനെ ആലോചിക്കുക കേട്ടോ. അപ്പോൾ ഇവർ തമ്മിലുള്ള ആ കണക്ഷൻ എന്തായിരിക്കും എന്നുള്ള ആ ഒരു കാര്യങ്ങളിങ്ങനെ ചിന്തിച്ചിട്ട് ഈ മേഡത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ആ സംഭവങ്ങളെല്ലാം കൂട്ടിയിണക്കി നമ്മുടെ ഗീതു ഇങ്ങനെ ഇരുന്ന് പല ടൈമുകളിൽ പലരുടെയും ഭാഗത്തു നിന്ന് ആ മേഡത്തിനെക്കുറിച്ചുണ്ടായിട്ടുള്ള റിസൾട്ടുകൾ അല്ലെങ്കിൽ സംസാരങ്ങൾ ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ആലോചിച്ചിരുന്നിട്ട് ഇനി ഒരുപക്ഷെ വിജയലക്ഷ്മി മേഡത്തിൻ്റെ മകളാണ് ഗോവിന്ദ് സാറിൻ്റെ ആദ്യ ഭാര്യയെങ്കിൽ അവരെന്തിനാ എന്നോട് ഇത്രയും താല്പര്യമൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു മനസ്സിനോട് തന്നെ. ചിലപ്പോൾ ഗോവിന്ദ് സാറ് സ്നേഹിച്ച പെൺകുട്ടിയായിരിക്കും വിജയലക്ഷ്മി മേഡത്തിൻ്റെ മോള്. അതായിരിക്കില്ലേ അവരെ രാധികാമ്മ എങ്ങാനും ഇല്ലാണ്ടാക്കിയതാണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നു. അതായിരിക്കോ രാധികാമ്മയും വിജയലക്ഷ്മി മാമും തമ്മിലുള്ള ആ ഒരു ശത്രുതയ്ക്ക് കാരണം? എന്തു വന്നാലും അത് കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് തറപ്പിച്ച് ചിന്തിച്ച് നമ്മുടെ ഗീതു അവിടെ ഇരിക്കുന്നു. ഈ സമയത്ത് രാധികയെ അവിടെ മനഃപൂർവ്വം വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് നമ്മുടെ മേഡം ഇവിടെ ഇങ്ങനെ ഇരിക്കുക. രാധികയാണെങ്കിൽ എന്നിട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് ഈ മേഡം പഴയ കാര്യങ്ങൾ അതിരുന്ന് ആലോചിക്കുക കേട്ടോ.
അതായത് ഇവരുടെ പഴയ തറവാട്, പഴയ ജീവിതം, പഴയ വീട്, പരിസരങ്ങൾ ഇതെല്ലാം ഒരു നിമിഷത്തേക്ക് ആ മേഡം ഇങ്ങനെ ഇരുന്ന് ആ മനക്കണ്ണിൽ കാണുന്നു, ചിന്തിക്കുന്നു. ആ വാതിൽ തുറന്ന് ചെല്ലുമ്പോൾ വിശാലമായ ഒരു റൂമും കാര്യങ്ങളും ഒക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ മേഡം ഒരു നിമിഷത്തേക്ക് അവിടെ ഇരുന്ന് ആലോചിച്ചു. അങ്ങനെ ആ വീടിനകത്തേക്ക് കയറി ചെന്ന് ഓരോ മുറികൾ കടന്ന് ചെല്ലുന്നു. മറ്റൊരു റൂമിൽ ചെന്നപ്പോൾ നിലവിളക്ക് കൊളുത്തി വെച്ച് രാമായണം വായിക്കുന്ന ആ ഒരു ഇതൊക്കെ, ആ രാമായണം വായിച്ചുകൊണ്ടിരിക്കുന്ന ആ മുറിയിൽ വിളക്ക് മറിഞ്ഞു വീണ് അവിടെ ഒരു തീപിടുത്തം ഉണ്ടാകുന്ന ആ ഒരു സിറ്റുവേഷനും ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് ആ കണ്ണുകൾ നിറഞ്ഞൊഴുകിയ മേഡം അവിടെ അങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇന്ന് വരെ എന്താ പറയുന്നത്, ലോകത്ത് ആർക്കും അറിയാത്തതായി എന്തൊരു പരമരഹസ്യം ഈ മേഡവും രാധികയും തമ്മിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ ആ ഒരു വലിയ തെളിവ് ആ ലാസ്റ്റ് സീനുകളിൽ കാണിക്കുന്നു. എന്തൊക്കെയോ വലിയ ദുരൂഹതകൾ നിറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന ഗോവിന്ദൻ്റെ അച്ഛൻ്റെയും ജീവിതത്തിലേക്ക് രാധിക കടന്നു വന്നിരിക്കുന്നത്. അങ്ങനെ സ്വന്തം മക്കളുടെ അച്ഛൻ ആരാണെന്ന് പോലും അറിയാതെ അല്ലെങ്കിൽ പറയാൻ കഴിയാതെ കടന്നു വന്ന രാധികയ്ക്കുള്ള പണിയുമായിട്ട് നമ്മുടെ വിജയലക്ഷ്മിയുടെ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ കഥ അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി. ബൈ.